നമസ്കാരം. മീഡിയ ഓഡിറ്റിലേക്ക് സ്വാഗതം. 2023 കലണ്ടറിൻ്റെ സ്ഥാനത്ത് 2024 കലണ്ടർ മാറി വന്നു. കലണ്ടർ മാത്രമേ മാറിയിട്ടുള്ളൂ. മാധ്യമങ്ങളുടെ സമീപനങ്ങളിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങളുടെ സമീപനങ്ങളിൽ ഒരു മാറ്റവും പ്രതീക്ഷിക്കാൻ വയ്യ. കാരണം എത്രയെത്ര വിമർശനങ്ങളുണ്ടായാലും ഗുണപരമായ ഒരു മാറ്റമോ സ്വയം നവീകരണമോ തങ്ങളുടെ അജണ്ടയിലില്ലെന്ന് അവർ ശാഠ്യം പിടിക്കും. അതിന് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ശമ്പളം നൽകുന്നവർക്ക് വേണ്ടി മാത്രമേ വാതുറക്കൂ. അവരുടെ രാഷ്ട്രീയ സാമ്പത്തിക താല്പര്യങ്ങൾ എത്രയധികം മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്ന് മാത്രമേ ആലോചിക്കൂ. അതത്രയും ഒരു മടിയുമില്ലാതെ ചെയ്യും. മാധ്യമ ഉടമയുടെ വർഗപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതിൽ കവിഞ്ഞ് മാധ്യമപ്രവർത്തകർ തങ്ങൾക്കുണ്ടെന്ന് അവകാശപ്പെടുകയും ഊറ്റം കൊള്ളുകയും ഉദ്ഘോഷിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ പ്രതിബദ്ധതയും സത്യത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശവുമൊക്കെ വെറും മിഥ്യ. അവരുടെ മുൻഗണനകളിൽ ഈ രാജ്യം നേരിടുന്ന സുപ്രധാന പ്രശ്നങ്ങളില്ല, വെല്ലുവിളികളില്ല. അധികാരത്തിനു വേണ്ടി ജനങ്ങളെ തമ്മിലടുപ്പിക്കുന്ന വർഗീയ അജണ്ടകളില്ല. ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക് ഗോദയിൽ മെഡൽ വാങ്ങിയ സ്ത്രീകൾ ലൈംഗികമായി ആക്രമിക്കപ്പെടുന്നതിനെക്കുറിച്ച് വേവലാതിയില്ല. സാക്ഷി മലിക് ഇനി ഗോദയിലേക്കില്ലെന്ന് പറഞ്ഞ് തൻ്റെ ബോട്ടുകൾ ഉപേക്ഷിച്ചപ്പോൾ വിനയ് ഫോഗട്ട് ഖേൽ രത്ന, അർജുന അവാർഡുകൾ വഴിയിൽ ഉപേക്ഷിക്കുന്നതും നമ്മൾ കണ്ടു. ഇതൊന്നും ഇവർക്ക് പ്രധാന വാർത്തയേയല്ല. വാരാണസിയിലെ ഒരു സർവകലാശാല വിദ്യാർത്ഥിനിയെ മാനഭംഗപ്പെടുത്തിയ കേസിൽ BJP നേതാക്കളും അവരുടെ IT സെൽ ചുമതലക്കാരുമായവർ അറസ്റ്റിലായപ്പോൾ അതിലൊരു വാർത്തയും മണക്കാനാവുന്നില്ല നമ്മുടെ മാധ്യമങ്ങൾക്ക്. മണിപ്പൂരിലെ കലാപങ്ങളിൽ മൗനം പാലിക്കുന്ന പ്രധാനമന്ത്രിയുടെ നിസ്സംഗത ഇവർക്ക് പ്രശ്നമേ അല്ല. നവകേരള സദസ്സിൻ്റെ ഭാഗമായി ഒരു സ്കൂളിൻ്റെ മതിൽ പൊളിച്ചപ്പോൾ അതൊരു ആഗോള സംഭവമാക്കിയവർക്ക് നരേന്ദ്രമോദിയുടെ വരവ് പ്രമാണിച്ച് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്തെ ആൽമരങ്ങൾ മുറിച്ചു മാറ്റിയപ്പോൾ ഒന്ന് കണ്ണീർ പൊഴിക്കാൻ പോലും തോന്നിയില്ല. നമ്മുടെ മുഖ്യധാര CPIM വിമർശം എന്ന ചുഴിക്കുറ്റിയിൽ കറങ്ങി ജീവസന്ധാരണം നടത്തുകയാണ്. CPIM വിരോധവും പിണറായി വിരോധവും മാത്രമാണ് അവർക്ക് വാർത്ത. അതിലപ്പുറത്തേക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം ഹൃദയ ചുരുക്കം വന്നുപോയിരിക്കുന്നു നമ്മുടെ മാധ്യമങ്ങൾക്ക്. വാർത്ത കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നവർക്ക് മുമ്പിൽ അതല്ലാതെ മറ്റൊരു വിഭവവുമില്ല അവർക്ക് വിളമ്പാൻ. ദേശീയവും സാർവദേശീയവുമായ എന്തെല്ലാം സംഭവങ്ങൾ അത് നമ്മെ ബാധിക്കുന്നവയാണെങ്കിൽ പോലും കണ്ടില്ലെന്ന് നടിക്കും. ഇത്തരം തമസ്കരണങ്ങൾ കൊണ്ട് ഇവർ ആരെയാണ് സഹായിക്കുന്നത്? എന്ത് സംശയം, BJPയെയും RSSനെയും തന്നെ, അവരെ മാത്രം. ഉദാഹരണത്തിന് വാരാണസി സംഭവം തന്നെ എടുക്കുക. ഉത്തർപ്രദേശിലെ IIT ബനാറസ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഒരു BTech വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ 3 BJP നേതാക്കളെ അറസ്റ്റ് ചെയ്ത വിവരം ഡിസംബർ 31 വൈകിട്ടോടെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്നാൽ നമ്മുടെ ചാനലുകൾക്കോ പത്രമുത്തശ്ശിമാർക്കോ ഇതൊരു ഗൗരവമുള്ള വാർത്തയേ ആകുന്നില്ല. ദേശാഭിമാനി പുതുവർഷ നാളിൽ 1-ാം പേജിൽ ഇങ്ങനെ ആ വാർത്ത നൽകുന്നു: ബനാറസ് സർവകലാശാലയിലെ കൂട്ടബലാത്സംഗം, 3 BJP നേതാക്കൾ അറസ്റ്റിൽ എന്നാണ് തലക്കെട്ട്. കേസിലെ പ്രധാന പ്രതി കുനാൽ പാണ്ഡെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വണങ്ങുന്ന ചിത്രവും ഒപ്പമുണ്ട്. മലയാള മനോരമ 11-ാം പേജിൽ ഒരു മൂലയ്ക്കാണ് ഈ വാർത്തയ്ക്ക് സ്ഥാനം കണ്ടെത്തിയത്. കേരളത്തിലെ സംഘപരിവാറിൻ്റെ മുഖപത്രമാകാൻ ശ്രമിക്കുന്ന മാതൃഭൂമിയാകട്ടെ ഇങ്ങനെ ഒരു വാർത്ത അറിഞ്ഞിട്ട് പോലുമില്ല. IITയിലെ കൂട്ട ബലാത്സംഗം 3 പേർ അറസ്റ്റിൽ എന്നാണ് മനോരമ നൽകിയ തലക്കെട്ട്. തൊട്ടുതാഴെ പ്രതികൾ BJP പ്രവർത്തകർ ആണെന്ന ആരോപണം എന്നുമുണ്ട്. ഈ കേസിലെ പ്രതികൾ, അതായത് കുനാൽ പാണ്ഡെ, അഭിഷേക് ചൗഹാൻ, സക്ഷം പട്ടേൽ എന്നിവർ BJP IT സെല്ലിൻ്റെ പ്രധാന ചുമതല വഹിക്കുന്ന നേതാക്കളാണെന്നും ഇവർക്ക് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി ബന്ധമുണ്ടെന്നും ദേശാഭിമാനി കൃത്യമായി വിശദീകരിക്കുമ്പോൾ മനോരമ പറയുന്നത് ഇവർ BJP പ്രവർത്തകരാണെന്ന് ആരോപണമുണ്ടെന്ന് മാത്രം. അതുതന്നെ സമാജ്വാദി പാർട്ടി ഉന്നയിച്ച ആരോപണം. അല്ലാതെ സ്വന്തം അന്വേഷണത്തിൽ മനോരമയ്ക്ക് ഇവരുടെ രാഷ്ട്രീയ ബന്ധം കണ്ടെത്താൻ കഴിയുന്നേയില്ല. കഷ്ടമെന്നല്ലാതെ എന്തു പറയാം. അടുത്ത ദിവസം ദേശാഭിമാനി ഈ വാർത്തയുടെ ഫോളോ അപ്പ് നൽകുന്നു. ഒപ്പം പ്രതികൾ BJP പ്രസിഡന്റ് JP നദ്ദയ്ക്കും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്കും ഒപ്പം നിൽക്കുന്ന പടങ്ങൾ വാർത്തയ്ക്കൊപ്പം നൽകിയിട്ടുമുണ്ട്. ഒരു വരി കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ പോലുമോ BJPയെ അലോസരപ്പെടുത്താതിരിക്കാൻ ഈ പത്രങ്ങൾ കാട്ടുന്ന ശ്രദ്ധ വലിയ ആപൽ സൂചനകളാണ് നമുക്ക് നൽകുന്നത്. പത്രങ്ങൾ പോകട്ടെ, ഒരു വാർത്താ ചാനൽ പോലും ഈ സംഭവം പ്രധാന വാർത്തയാക്കാൻ മുതിർന്നില്ല എന്നത് ന്യൂസ് റൂമുകളെയും ന്യൂസ് ഡെസ്കുകളെയും പിടിമുറുക്കിയ സംഘപരിവാറിൻ്റെ അദൃശ്യകരങ്ങൾ എത്രമാത്രം വിപുലമാണെന്ന് നമ്മോട് പറഞ്ഞു തരുന്നു.
ഒരു ബിടെക് വിദ്യാർത്ഥിനിയെ ക്യാമ്പസിനകത്ത് വെച്ച് BJP നേതാക്കൾ കൂട്ടബലാത്സംഗത്തിനിരയാക്കി ആ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച സംഭവം മലയാളത്തിൽ ദേശാഭിമാനി പത്രം ഒഴികെ ഒരു പത്രവും ഗൗരവപൂർവ്വം കൈകാര്യം ചെയ്തിട്ടില്ല. കേരളീയം പരിപാടിയും ക്രിസ്മസും പുതുവർഷവും ഒക്കെ പ്രമാണിച്ച് തിരുവനന്തപുരത്തെ മരങ്ങൾ വൈദ്യുത വർണ്ണ വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കുന്നത് അത്യാകർഷകമായാണ്. തലസ്ഥാന ജില്ലയിലെ ആയിരക്കണക്കിന് മനുഷ്യർ ഇത് കാണാനായി തിരുവനന്തപുരം നഗരത്തിലെത്തുന്നു. ടൂറിസ്റ്റുകളും എത്തുന്നു. എന്നാൽ മനോരമയ്ക്ക് അതൊന്നും അത്ര പിടിക്കുന്നില്ല. രാത്രിഞ്ചരന്മാരായ മൂങ്ങകളുടെ കുലം മുടിഞ്ഞു പോകുമെന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മോഹമുക്തരും സർവ്വസംഘ പരിത്യാഗികളുമായ ചില പരിസ്ഥിതിവാദികളെ ഉദ്ധരിച്ച് വാർത്ത നൽകിയ പത്രമാണ് മലയാള മനോരമ. മരങ്ങളിലെ വെളിച്ചം കാരണം മൂങ്ങകളുടെ ജീവിതക്രമം ആകെ താളം തെറ്റിയെന്നായിരുന്നു മലയാള മനോരമയുടെ ദീനവിലാപം. അതവിടെ നിൽക്കട്ടെ. മരങ്ങളോടും പരിസ്ഥിതിയോടും അങ്ങേയറ്റം സ്നേഹമുള്ള ആ പത്രത്തിന് ചിലപ്പോൾ പരിസ്ഥിതി സ്നേഹം സെലക്റ്റീവായി പോകും. പറഞ്ഞിട്ട് കാര്യമില്ല. തൃശ്ശൂർ നഗരത്തിലെ തേക്കിൻകാട് മൈതാനത്തിന് ചുറ്റുമുള്ള പടുകൂറ്റൻ മരങ്ങളും പല മരങ്ങളുടെയും ശിഖരങ്ങളും വെറ്റിമാറ്റിയിട്ടും ഈ മുഖ്യധാരയ്ക്കത് വാർത്തയാകാത്തത് എന്തുകൊണ്ടാണ്? കണ്ണൂരിൽ ബൈപ്പാസ് നിർമ്മിക്കുമ്പോൾ വയൽക്കിളികൾക്ക് വേണ്ടി എത്ര നീളത്തിൽ വാർത്ത എഴുതിയവരാണ് ഈ മാധ്യമങ്ങൾ. പക്ഷേ മരം മുറി തൃശ്ശൂരിലാകുമ്പോൾ, അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവ് പ്രമാണിച്ചാവുമ്പോൾ മൗനം തന്നെ ഭൂഷണം. മോഡിയുടെ എഴുന്നള്ളത്തിൻ്റെ ഭാഗമായി BJPക്കാർ തരുന്ന പരസ്യം നഷ്ടപ്പെട്ടാലോ? മരം മുറിച്ചതായുള്ള വാർത്ത നൽകിയതിൻ്റെ പേരിൽ അവർ കണ്ണുരുട്ടിയാലോ? സായിപ്പിൻ്റെ മുന്നിൽ കവാത്ത് മറക്കുന്നവരെ പോലെ BJPക്കാരുടെ മുന്നിൽ മുട്ടിടിക്കുന്നവരാണ് നമ്മുടെ മുഖ്യധാര. BJPയുടെ മഹിളാ മോർച്ചയുടെ സമ്മേളനത്തിനാണ് നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തിയത്. സുരക്ഷയൊടുക്കുന്നതിൻ്റെ മറവിലാണ് ഈ കടുംവെട്ട്. മണികണ്ഠനാൽ, നടുവിലാൽ, നായ്ക്കനാൽ, വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിലെ ആൽ എന്നിവ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ളതും തൃശ്ശൂരിൻ്റെ പൈതൃക സൗന്ദര്യത്തിൻ്റെ അടയാളങ്ങളുമാണ്. ആ വൃക്ഷങ്ങളാണ് ഇന്ന് വെട്ടേറ്റ് കരയുന്നത്. മുൻകാലങ്ങളിൽ സുരക്ഷ കണക്കിലെടുത്ത് ചില വൃക്ഷങ്ങളുടെ ചെറുചില്ലകൾ നീക്കം ചെയ്തതിന് എതിരെ BJP നടത്തിയ പ്രതിഷേധങ്ങൾ റിപ്പോർട്ട് ചെയ്ത മുഖ്യധാരയ്ക്ക് ഇപ്പോഴിത് വാർത്തയാകാത്തതെന്തുകൊണ്ടാണ്? തേക്കിൻകാട് മൈതാനത്തെ വൃക്ഷങ്ങൾ ശിവൻ്റെ ജടയാണെന്നും അത് മുറിച്ചു മാറ്റുന്നത് ആചാര ലംഘനമാണെന്നും പറഞ്ഞായിരുന്നു അന്നത്തെ പ്രതിഷേധം. ചില സംഘപരിവാർ സംഘടനകൾ ഇതിൻ്റെ പേരിൽ കോടതിയെ പോലും സമീപിച്ചിട്ടുണ്ട്. നവകേരള സദസ്സിൻ്റെ ഭാഗമായി ചിലയിടങ്ങളിൽ മതിലുകൾ താൽക്കാലികമായി പൊളിച്ചു മാറ്റിയത് എത്ര ആവേശത്തോടെ റിപ്പോർട്ട് ചെയ്തവരാണ് നമ്മുടെ പത്രങ്ങളും ഏഷ്യാനെറ്റ് ന്യൂസും 24 ന്യൂസും അടക്കമുള്ള ചാനലുകളുമൊക്കെ. ഈ വെട്ടിമാറ്റൽ മോഡിക്ക് വേണ്ടിയാവുമ്പോൾ അതൊരു വിശുദ്ധ കർമ്മമാവുന്ന രാസമാറ്റം മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകും. മരം വെട്ടിയത് CPMൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ ഏതെങ്കിലും യോഗത്തിനാണെങ്കിൽ കാണാമായിരുന്നു ചാനൽ അവതാരകരുടെ കഥാപ്രസംഗം, പരിസ്ഥിതിവാദികളുടെ ഹരികഥാ കാലക്ഷേപം, ജയശങ്കറിനെയും KC ഉമേഷ് ബാബുവിനെയും പോലുള്ള ആസ്ഥാന ചർച്ചാഞ്ജലികളുടെ വെളിച്ചപ്പാടുകൾ. മോഡിക്ക് വേണ്ടി ആയതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ക്ഷമിച്ചു, അത്രമാത്രം. മോഡി പങ്കെടുക്കുന്നത് BJP മഹിളകളുടെ സമ്മേളനത്തിലാണ് ആയതുകൊണ്ട് കഴിയുമെങ്കിൽ വാരണാസിയിലെ കൂട്ടബലാത്സംഗ കേസിലെ പ്രതികളെ കൂടി ജാമ്യത്തിലിറക്കി തൃശ്ശൂരിലെത്തിക്കാൻ BJP നേതൃത്വത്തിന് കഴിഞ്ഞാൽ സംഭവം ഒന്ന് കളറായനെ. ജനുവരി 2-ന് മലയാള മനോരമ 1-ാം പേജിൽ നൽകിയ ചിത്രമാണിത്. മരുന്നിനില്ല മരുന്ന് എന്ന് തുടങ്ങുന്ന അടിക്കുറിപ്പിൽ വാർത്ത ചുരുക്കി നൽകിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: മരുന്നിനില്ല മരുന്ന്. പനിച്ചു വിറയ്ക്കുന്ന +2 വിദ്യാർത്ഥിയായ മകളെയും കൂട്ടി ലോട്ടറി വിൽപ്പനക്കാരനായ വിനുകുമാർ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിയപ്പോൾ ഡോക്ടറിന് നൽകിയ കുറിപ്പടിയിൽ 9-ൽ 6 മരുന്നും അവിടെയില്ല. പുറത്തിറങ്ങി തിരക്കിയപ്പോൾ മരുന്നിന് 850 രൂപയാകുമെന്നറിഞ്ഞു. ഭക്ഷണത്തിനുള്ള പണം പോലും കയ്യിലില്ലാതിരുന്ന അച്ഛൻ കുറിപ്പടിയുമായി നേരെ സെക്രട്ടേറിയറ്റിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയെങ്കിലും മന്ത്രി അവിടെ ഉണ്ടായിരുന്നില്ല. തിരികെ ആശുപത്രിയിൽ എത്തിയപ്പോൾ മറ്റൊരു ഡോക്ടർ ഫാർമസിയിൽ ഉണ്ടായിരുന്ന 4 മരുന്നുകൾ എഴുതി കൊടുത്തു. അത് വാങ്ങി വീട്ടിലേക്ക് മടങ്ങി. സർക്കാരിനെതിരെ എന്ത് കള്ളവും പ്രചരിപ്പിക്കുന്ന മനോരമയിൽ നിന്ന് മറ്റെന്ത് പ്രതീക്ഷിക്കാനാണ്? വസ്തുത എന്താണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത് കേൾക്കൂ. ഈ കുറിപ്പടി പരിശോധിക്കുമ്പോൾ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് 9 മരുന്ന് എഴുതി, ആദ്യം 3 മരുന്ന് കിട്ടി, പിന്നീട് 4 മരുന്ന് കൂടി കിട്ടി എന്നുള്ളത് പറയുന്നുണ്ട്. 2 മരുന്ന് സർക്കാരിൻ്റെ ഡ്രഗ് ലിസ്റ്റിൽ ഇല്ലാത്തതാണ്, അത് പരിശോധിച്ചിട്ടുണ്ട്. പക്ഷെ അത് കേൾക്കുമ്പോൾ, അവതരിപ്പിക്കുമ്പോൾ ഒരു മരുന്നും സർക്കാർ ആശുപത്രിയിൽ ഇല്ല എന്നുള്ളൊരു ധ്വനിയാണ് വരുന്നത്. ആ മരുന്നുകളെല്ലാം തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞത്, ഈ കാര്യങ്ങളിൽ ഒരു പരിശോധന നടത്തി എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചോദ്യമില്ലാതെ അവിടെ ആ വാർത്ത കൊടുക്കുന്ന ഒരു സാഹചര്യം നിർഭാഗ്യകരമാണ്. തെറ്റായ ഒരു പ്രചരണം അല്ലെങ്കിൽ തെറ്റായ ഒരു വാർത്ത ആ രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് നൽകുന്നതിന്, അങ്ങനെ ഒരു പ്രചരണം നടത്തുന്നതിന്
മുഖ്യധാരാ മാധ്യമങ്ങൾ, ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളത് നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പരിശോധിച്ച് വാർത്തകൾ നൽകണം എന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ആരോഗ്യം അറ്റ് ICU എന്ന ശീർഷകത്തിൽ കഴിഞ്ഞ ഡിസംബർ 20-ന് മലയാള മനോരമ എഡിറ്റ് പേജിൽ നൽകിയ ദീർഘലേഖനം വേണ്ടത്ര ചർച്ചയാകാതെ പോയതിൻ്റെ ചൊരുക്ക് തീർക്കുകയാണ് മനോരമ. പൊതുജനങ്ങൾക്ക് മുന്നിൽ LDF സർക്കാരിനെ ബോധപൂർവം അപകീർത്തിപ്പെടുത്തുക എന്നതല്ലാതെ മറ്റൊരു ലക്ഷ്യവുമില്ല ആ പത്രത്തിന്. ഈ ചിത്രത്തോട് ചേർത്ത് നൽകാൻ മനോരമ കണ്ടെത്തിയ മറ്റൊരു വാർത്ത ഏതാണെന്ന് നോക്കൂ. ഫോൺ ചികിത്സയിലെ പിഴവിനും ഉത്തരം പറയണം എന്നാണ് തലക്കെട്ട്. സീനിയർ ഡോക്ടറുടെ ഫോൺ നിർദ്ദേശപ്രകാരം ജൂനിയർ ഡോക്ടർ ചികിത്സിച്ച രോഗി മരിച്ച കേസിൽ വിധി എന്ന ഉപശീർഷകവുമുണ്ട്. നെയ്യാറ്റിൻകര റസൽപുരത്തെ ലോട്ടറി വിൽപ്പനക്കാരൻ വിനുകുമാറിൻ്റെ ദുരനുഭവം വിശദീകരിക്കുന്ന ചിത്രത്തിനൊപ്പമുള്ള തലക്കെട്ട് കണ്ടാൽ അത് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പിലെ ഏതോ കൊള്ളരുതായ്മയായി ജനം തെറ്റിദ്ധരിക്കും വിധമാണ് വാർത്തയുടെ വിന്യാസം. ഒന്നാം ഖണ്ഡികയുടെ അവസാനം എത്തുമ്പോഴാണ് സംഗതി പിടികിട്ടുക. ജാർഖണ്ഡിലെ റാഞ്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ 2003-ൽ, അതായത് 20 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഇതു സംബന്ധിച്ച ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ നിർദ്ദേശത്തിന് അടിസ്ഥാനം. കേരളവുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത ഒരു സംഭവത്തെ തിരുവനന്തപുരത്തെ ഒരു വ്യാജ വാർത്തയുടെ അടുത്ത് കൂട്ടിക്കെട്ടുകയാണ് മനോരമ. ഈ വക കസർത്ത് മനോരമ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മനോരമയുടെ ജനിതക ഘടനയിൽ തന്നെ ഈ കള്ളത്തരമുണ്ട്. സ്വാതന്ത്ര്യപൂർവ്വകാലത്ത് തിരുവിതാംകൂറിലെ നിക്ഷേപകരുടെ പണം വെട്ടിച്ചതിന് ജയിലിലടയ്ക്കപ്പെട്ട ഒരു ബാങ്കർ, ക്രിമിനൽ തുടങ്ങിയ പത്രത്തിൽ നിന്ന് മറ്റെന്തു പ്രതീക്ഷിക്കാനാണ്? ഈ ജാതി കള്ളത്തരങ്ങളും ക്രിമിനൽ ബുദ്ധിയും തലമുറ കൈമാറി വരുന്നതുകൊണ്ടാവണം കള്ളന്മാരെയും ക്രിമിനലുകളെയും സംരക്ഷിക്കാനുള്ള ആ പത്രത്തിൻ്റെ വല്ലാത്തൊരാഗ്രഹം. കഞ്ചാവ് കടത്തുകാർ കോൺഗ്രസ്സുകാരായാൽ അക്കാര്യം മറച്ചു വയ്ക്കുന്നത് മനോരമയുടെയും സമാന മനസ്സുള്ള മറ്റു മാധ്യമങ്ങളുടെയും ശീലമായി കഴിഞ്ഞു. 1ഉം 2ഉം യൂത്ത് കോൺഗ്രസ് നേതാക്കളല്ല സമീപകാലത്ത് മയക്കുമരുന്ന് കേസിൽ പിടിയിലായത്. പത്തനംതിട്ടക്കാരനായ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മുതൽ കീഴ്ഘടകങ്ങളിലുള്ള നേതാക്കൾ വരെ നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതികളായിട്ടുണ്ട്. എന്നാൽ മലയാള മനോരമ വാർത്തയിൽ എത്ര തിരഞ്ഞാലും ഇവരുടെ രാഷ്ട്രീയ ബന്ധം മനസ്സിലാവില്ല. ഈയിടെ ബാലരാമപുരത്ത് വെച്ച് 40 കിലോ കഞ്ചാവുമായി ഷൈജു മാലിക് എന്നയാൾ അറസ്റ്റിലായി. മലയാള മനോരമയുടെ വാർത്ത നോക്കൂ. ഇയാളുടെ വിദ്യാഭ്യാസ യോഗ്യതയടക്കം വിശദമായ ആ വാർത്തയിലുണ്ട്. എന്നാൽ യൂത്ത് കോൺഗ്രസിൻ്റെ അരുവിക്കര മണ്ഡലം സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സന്തത സഹചാരിയുമാണ് ഇയാൾ എന്ന വിവരം മാത്രം ആ വാർത്തയിലില്ല. മാതൃഭൂമി വാർത്തയിലുമില്ല ഈ വിവരം. അതാണ് കരുതൽ. ഇനി ഒരു കാര്യം കൂടി പറയാം. നിർമ്മൽ മാധവ് എന്ന പേര് ഓർമ്മയില്ലേ? കോഴിക്കോട് വെസ്റ്റ് ഹിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ മുൻ വിദ്യാർത്ഥി. KSU നേതാവായ ഇയാൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ ക്രമരഹിതമായി പ്രവേശനം നേടിയതിനെതിരെ SFI വലിയ സമരം നടത്തി. പ്രക്ഷോഭകർക്കെതിരെ അന്നത്തെ സർക്കാരിൻ്റെ വിശ്വസ്തരായ പോലീസുകാർ തോക്ക് ചൂണ്ടിയ ചിത്രം രാഷ്ട്രീയ കേരളം മറന്നിട്ടില്ല. ഒടുവിൽ ഉമ്മൻചാണ്ടി ഇയാളെ സ്വന്തം മകനായി ഏറ്റെടുത്തു. മറ്റൊരിടത്ത് പ്രവേശനം തരപ്പെടുത്തി കൊടുത്തു. എന്നിട്ടും പഠനം പൂർത്തിയാക്കാനൊന്നും ഇയാൾക്ക് കഴിഞ്ഞില്ല. പൂർണ്ണസമയ തട്ടിപ്പുമായി രംഗത്തിറങ്ങി. ചാണ്ടിയുമ്മൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഉറ്റ സുഹൃത്താണ് നിർമ്മൽ മാധവ്. ഇയാൾ ഈയിടെ ബംഗളൂരിൽ വെച്ച് അറസ്റ്റിലായി. വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് മറിച്ചു വിൽക്കുന്ന ഈ ക്രിമിനലിനെ പിടികൂടിയ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ മലയാള മനോരമ ഇയാളുടെ സംഭവ ബഹുലമായ ഭൂതകാലം വിദഗ്ധമായി മറച്ചുവെക്കുന്നു. എന്നാൽ ഈ ചിത്രങ്ങൾ എങ്ങനെ സാധാരണ വായനക്കാരുടെ ഓർമ്മയിൽ നിന്ന് മറച്ചുവെക്കാൻ മനോരമയ്ക്ക് സാധിക്കും? ചരിത്രത്തെ മാച്ചു കളയാൻ നിങ്ങൾക്കാവില്ല. നിങ്ങൾ പരത്തുന്ന കള്ളങ്ങൾക്കുമേൽ, നിങ്ങൾ ഒളിച്ചു വയ്ക്കുന്ന വസ്തുതകൾക്കുമേൽ പ്രഭ ചൊരിഞ്ഞ് ചരിത്രം ഇങ്ങനെ ചിരിച്ചു നിൽക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മീഡിയ ഓഡിറ്റിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.